ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇന്നത്തെ അല്ല, അവിട്ടത്തിൻ്റെ എന്നുള്ളതാണ്. ഞാൻ അതിന് ശേഷം വയ്യാതെ ആശുപത്രിയിലൊക്കെ ആയിപ്പോയി. വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റിയില്ല. അവിട്ടം എങ്ങനെയൊക്കെയോ ഒന്നും ഒരുവിധം ഒരുങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. വൈകുന്നേരം ആയപ്പോഴത്തേന് പെട്ടുപോയി. അപ്പം അന്നത്തെ വീഡിയോസാണ്. ഇപ്പം ഞങ്ങൾ രാവിലെ ചോറും കറിയൊക്കെ വെക്കാനുള്ള ആരംഭത്തിലാണ്. അപ്പോൾ എല്ലാവരുടെ കൂടിയാണ് ജോലിയെല്ലാം. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ടേ എനിക്ക് വയ്യാഴിക പനിയുടെ ആരംഭം ഉണ്ടായിരുന്നെങ്കിലും ജോലി ഉണ്ടായിരുന്നുകൊണ്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരുടെ കൂടിയാണ് പിന്നെ ചോറും കറിയെല്ലാം വെക്കാൻ എൻ്റെ കൂടെ നിന്ന്, അല്ലെങ്കിലും തന്നെ അവരെല്ലാവരും എൻ്റെ കൂടെ നിൽക്കും. ഞങ്ങൾ പരിപ്പ് കറി വെച്ചു, അവിയൽ, തോരൻ, ചീരത്തോരൻ, പിന്നെ മോരുകറി, പാവയ്ക്ക മെഴുക്കുവരട്ടി, ഇഞ്ചിക്കറി, പടവലങ്ങ തീയൽ, പിന്നെ പപ്പടം പൊള്ളിച്ചത്. പായസം വെച്ചില്ല കേട്ടോ, പായസം വെക്കാൻ മടിച്ച്. അപ്പോൾ ജോലിയൊക്കെ കഴിയാറായപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. പിന്നെ അന്നേരം വീഡിയോ ഒക്കെ എടുത്തത്. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടോട്ട് മാറിയായിരുന്നേ. ഞങ്ങൾ ഓണസദ്യ കഴിക്കാനെ കൊണ്ടുള്ള ആരംഭത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നില്ല. മോന് കൂട്ടുകാരൻ്റെ കൂടെ എവിടെ പോയേക്കോ, 4 മണിയൊക്കെ ആയിട്ടേ വരുവുള്ളെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ കൂടി പിന്നെ കഴിക്കാനൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ അവിട്ടം ആഘോഷിച്ച്. തിരുവോണം ഞങ്ങൾ എൻ്റെ വീട്ടിൽ ആഘോഷിച്ച്. അപ്പോൾ എങ്ങും വിരുന്ന് പോയില്ല, സുഖമില്ല അതുകൊണ്ട് എങ്ങോട്ടും ഞാൻ പോയില്ല. അപ്പോൾ അവിട്ടത്തിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങ് വന്ന് ഞങ്ങളിവിടെ ഇരുന്നാണ് എല്ലാം ഓണമൊക്കെ ഒരുങ്ങിയത്. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും അവർ മുറുക്കാനൊക്കെ തിന്നുകൊണ്ടിരുന്നു. ഞാൻ അവിടോട്ട് കിടന്നു. അന്നേരം എനിക്കങ്ങ് വയ്യാതായി കിടന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞ് എണ്ണീറ്റ് നനച്ചിട്ട തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാരിപ്പറക്കി ഇട്ടു. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ പന്ത് കളിയും ഭയങ്കര ബഹളമാണ്. ഇതിൻ്റെ എനിക്ക് പേരറിയുന്നില്ല. അപ്പോൾ ഞാൻ തുണിയൊക്കെ പറക്കിയിട്ടിട്ട് പിന്നെയും തിരിച്ച് കയറിപ്പോയി കിടന്നു. അത് പിന്നെ ഇന്ന് രാവിലെയാണ്, അതായത് വെള്ളിയാഴ്ചയാണ് പിന്നെ ഞാനൊന്ന് ഒരുവിധം ഒന്ന് എണീറ്റ് പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടെന്ന്. ഇവിടെ അവർ തന്നെയല്ല ചോറും കറിയൊക്കെ വെക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ വീട് വൃത്തിയാക്കുന്ന പോലെ ആവുന്നില്ലല്ലോ. പിന്നെ എല്ലാം എണീറ്റ് എല്ലാം ഒന്ന് വൃത്തിയാക്കി ചോറും കറിയെല്ലാം ശരിയാക്കി. മീൻകറിയും വെച്ചു, ചോറ് വെച്ചു, മോരുകറി, തോരന്, പിന്നെ മീൻ വറുത്തു. അപ്പം മൂത്ത മോനും വന്നായിരുന്നു, അവന് പണിയില്ലായിരുന്നു. പിന്നെ അവനും വന്ന് ചോറ് കഴിച്ചിട്ടാണ് പോയത്. പിന്നെ എല്ലാം ഒന്ന് ഒതുക്കി പറക്കി, പാത്രങ്ങളെല്ലാം ഒതുക്കി പറക്കി കഴുകി പറക്കി എല്ലാം ഒന്ന് മാറ്റി വെച്ചു. ഇവിടെ നല്ല ക്ഷീണമുണ്ട്, കിടക്കണമെന്നങ്ങ് തോന്നുക. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ അപേക്ഷിച്ച് ഇത്രയും ദിവസമെല്ലാം വീഡിയോസൊക്കെ ഇട്ടിട്ട് എൻ്റെ കൂട്ടുകാരുടെ വിവരങ്ങളൊന്നും അറിയുന്നില്ല. എല്ലാവരും എന്ത് ചെയ്യുന്നോ എന്തോന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? എനിക്ക് അടിച്ചു പൊളിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, വയ്യാതായിപ്പോയത് കൊണ്ടേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുവാണോ? പിന്നെ എല്ലാവരും കമൻറ്റുകളൊക്കെ അയക്കണം കേട്ടോ, വിശേഷങ്ങളൊക്കെ പറയണം. പിന്നെ വേറെ എന്താ, വായിക്ക് രുചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആഹാരം കഴിക്കാനൊക്കെ മടിയാണ്. എങ്കിലും ഇച്ചിരി ചോറിപ്പോൾ വാരി തിന്നു ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഓണമൊക്കെ അടിപൊളിയായിരുന്നു എല്ലാവർക്കും. എൻ്റെ ചെടികൾക്കകത്ത് കുറച്ച് കാടൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് ചെടികളെല്ലാം ഒന്ന് വൃത്തിയാക്കി. അപ്പം ഞാൻ അങ്ങനെ എടുത്ത ഫോട്ടോയാണ്, വീഡിയോസാണ്. കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ, ഒരു ഉള്ള ചെടികളൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച്. ചേട്ടനായിരുന്നു വെള്ളം ഒഴിക്കുന്നതൊക്കെ ചെടിക്ക് 2 ദിവസം കൊണ്ട്. പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരെ.